അഡ്വക്കേറ്റ് ബബില, വളരെ ലജ്ജാകരമാണ്. കേരളത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള വിചാരണകൾ നടക്കുന്നു. ആ സ്ത്രീയുടെ ആത്മഹത്യാക്കുറിപ്പ് പറയുന്നത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. 40 വയസ്സുള്ള ഒരു സ്ത്രീ, 2 കുട്ടികൾ, അവർ ഗർഭിണിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഒരു സുഹൃത്തുമായി സംസാരിച്ചതിൻ്റെ പേര് ഇനിയിപ്പോൾ അവർക്കിടയിൽ മറ്റു ബന്ധങ്ങളുണ്ടാകാം, സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടാകാം. ഇതൊന്നും ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന, ആ സ്ത്രീയുടെ സാമൂഹികമായ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇടപെടേണ്ട ഒരു പശ്ചാത്തലവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. നമ്മുടെ നീതി സംവിധാനങ്ങൾ ഒരു സ്ത്രീക്ക്, സ്ത്രീത്വത്തിന് കൃത്യമായ അഭിമാനം ഉറപ്പു നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരക്കാരുടെ കണ്ണു തുറക്കാത്തത്? തീർച്ചയായിട്ടും ഞാൻ ഇതിലെ ചർച്ച ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. എല്ലാവരും ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലാവരും ഓരോ തരത്തിൽ എവിഡൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരു മീൻസ് ശരിക്കും അവരെ കൊന്നത് തന്നെയാണെന്നുള്ളതിലേക്ക്. കാരണം തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആള് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞ ആള് പറഞ്ഞത് SDPI പാർട്ടി ഓഫീസിൽ, അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് എടുക്കണം. ആസ് ആൻ അഡ്വക്കേറ്റ് ഞാൻ പറയാണ്, അത് അവിടെ എത്ര പേരുണ്ടായിരുന്നു? അത്രയും പേര് പ്രേരണാ കുറ്റത്തിന്, ശരിക്കും പറയുകയാണെങ്കിൽ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റിലാവേണ്ടതാണ്. കാരണം അവിടെ അങ്ങനെ ഒരു വിചാരണ, മോറൽ പോലീസിങ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മോറൽ പോലീസിങ്. മോറൽ പോലീസിങ് എപ്പോഴാണ് നമുക്ക് ക്രൈമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഒരു തടസ്സം ആദ്യം തന്നെ ഇവിടെ ഒരു തടസ്സം നേരിട്ടു. അത് ആക്സിഡന്റൽ തടസ്സമല്ല. ഒബ്സ്ട്രക്ഷൻ ഉണ്ടായത് അത് വോളണ്ടറി ഒബ്സ്ട്രക്ഷൻ ആണ്. അറിഞ്ഞുകൊണ്ട് തന്നെ അവര് പോയിട്ട് ഇതാക്കുന്നു. അപ്പൊ തന്നെ ക്രൈമായിട്ട് തുടങ്ങി 339 IPC. അത് കഴിയുമ്പോഴത്തേന് വരുന്ന 503 IPC. അത് കഴിഞ്ഞിട്ട് പിന്നെ അബറ്റ്മെന്റിലേക്കൊക്കെ പിന്നെ 306 പോകുന്നു. 306 പോയി കഴിഞ്ഞാൽ ഈ അടുത്ത് തന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും 2 കോടതികളും പരമോന്നത നീതിപീഠം തന്നെ പറഞ്ഞിട്ടുണ്ട്, 107 ഉണ്ടെങ്കിൽ അതിലെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം 306 പ്രേരണാ കുറ്റം, ആത്മഹത്യ പ്രേരണാ കുറ്റം ആവുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആത്മഹത്യ പ്രേരണാ കുറ്റത്തില് കോൺസ്പിറൻസി നിലനിൽക്കുന്നുണ്ട്. കോൺസ്പിറൻസി ഉണ്ട്. അവിടെ ശ്രീ അബ്ദുൽ ജബ്ബാർ ഒക്കെ ചോദിക്കുന്നത് പോലീസിന്റെ ഗൂഢാലോചനയാണ് എന്ന തരത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ സാഹചര്യം എത്തുന്നത്. അതായത് CPIMന്റെ ഗൂഢാലോചന, അതിനെ പോലീസ് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ്. വളരെ കൗതുകരമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്നത് ഈ റഹീസ് ആണ് ഈ മരണത്തിന് ഉത്തരവാദി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ പോലീസിന് അത്രമേൽ ഔചിത്യബോധമില്ലാതെ റഹീസിനെ പിടികൂടാതെ മറ്റു 3 പേരെ ഇമ്മീഡിയറ്റായി അറസ്റ്റ് ചെയ്യുന്നു എന്നത് അങ്ങേയറ്റം കൗതുകകരമല്ലേ? മാത്രമല്ല, ഇതേ പോലീസ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഉമ്മയ്ക്ക് പരാതിയുണ്ട് എങ്കിൽ, അതായത് റഹീസ് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, റസീനയുടെ പണം തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ, സ്വർണ്ണാഭരണങ്ങൾ തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കുമെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ആത്മഹത്യാക്കുറിപ്പിൽ എവിടെയും ഇത്തരത്തിൽ ഒരു പരാമർശം, അതായത് ഈ ആൺ സുഹൃത്തിനെ കുറിച്ച് പരാമർശമില്ല എന്ന് തന്നെയാണ് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 പേരുടെ അറസ്റ്റിനെയൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗം, സർക്കാരിന്റെ ഗൂഢാലോചന, CPIMന്റെ ഗൂഢാലോചന, അത് നടപ്പിലാക്കുന്ന ഏജന്റായി പോലീസ് മാറി എന്നൊക്കെ പറയാൻ സാധിക്കുക എന്നതും കൗതുകകരമല്ലേ? ഒന്ന് ഞാൻ തിരുത്തിക്കോട്ടെ. ഈ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വാക്കിന് വലിയൊരു അർത്ഥമുണ്ട്. അത് 2 പേര് സംസാരിച്ചിട്ടുണ്ട്, അവര് സുഹൃത്താണെന്ന് പോലുമില്ല. അയാളൊരു സെക്സ് എടുത്തിട്ട് അതിന് ആണ് പെണ്ണ് ആൺ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വീണ്ടും നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം 2 വ്യക്തികൾ സംസാരിക്കുന്നു, ആ സംസാരിക്കുന്നിടത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു. അത്രയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന്. അത്രയാണ് മനസ്സിലാക്കേണ്ടതുള്ളൂ. ശരിക്കും സമൂഹം മോറൽ പോലീസിങ് കാണിക്കേണ്ട ആവശ്യമില്ല. 2 വ്യക്തികൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. പിന്നെ അവര് തമ്മിലുള്ള കാര്യങ്ങൾ അവര് വീട്ടുകാരും കാര്യങ്ങളും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. അവിടെ ഒരു പാർട്ടിയിലേക്ക് ഈ പറയുന്ന പോലെ നമ്മൾ കംപ്ലൈന്റ് പാർട്ടിക്ക് കംപ്ലൈന്റ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നിയമവ്യവസ്ഥ പാർട്ടിക്ക് കംപ്ലൈന്റ് ഏറ്റെടുക്കാതിരിക്കട്ടെ, ഇവിടെ അങ്ങനെ ഒരു പരാതി ലഭിച്ചതായി പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാനത് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. റസീനയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരാതി, തന്റെ പണം അപഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ ഉപ്പയുടെ ഭാഗത്ത് നിന്നൊരു പരാതി, അങ്ങനെയൊന്നും പാർട്ടിക്ക് ലഭിച്ചിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. അവിടെയുള്ള ആൾക്കാർ ഈ പ്രേരണാ കുറ്റത്തിന്റെ ഉള്ളിൽ വരുന്നില്ലേ? അവിടെയുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? കാരണം അവിടെ ഒരു കോൺസ്പിറൻസി ഉണ്ടായതിന്റെ പേരിലാണല്ലോ, ഈ ഗൂഢാലോചന ഉണ്ടായതിന്റെ പേരിലാണല്ലോ ഈ ഒരു
ഡെഫിനിഷൻസ് വരുന്നത്. ആൺ സുഹൃത്തായിക്കോട്ടെ, ഇവിടെ ഇങ്ങനെയൊരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇത് നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നു, മോറൽ പോലീസിങ് വരുന്നു, ഇതൊക്കെ നടന്നിട്ടുള്ളതാ. അപ്പൊ എല്ലാവരും അവിടെ ഉള്ള ആൾക്കാർ മൊത്തമായിട്ട് അതിലൊരു പ്രേരണാകുറ്റത്തില് 107 പറയുന്നു, IPC 107 പറയുന്നു, യെസ്, നമ്മൾ ആരും പറയുന്നില്ല. റൈറ്റ്. അവിടെ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ആരിഫ്